ഗുഡ് മോർണിംഗ്, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഈ പകൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഈ ഭാഗം നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കാൻ കഴിയും. റോമിലേക്കുള്ള യാത്രാമധ്യത്തിൽ പൗലോസ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു കൂട്ടം ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പലിൻ്റെ നേർക്ക് ഈ ശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ശക്തമായി അടിക്കുകയാൽ ഈ കപ്പൽ തകർന്നു പോകുവാൻ ഇടയായി. ബൈബിൾ 27-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ കപ്പലിൻ്റെ പലകകളിൽ പിടിച്ച് ഇവർ രക്ഷപ്പെടുവാൻ ഇടയായി. എന്നാൽ ഇവർ രക്ഷപ്പെട്ട് എത്തപ്പെട്ടത് ബർബരന്മാർ പാർക്കുന്ന മെലിത്ത എന്ന ദ്വീപിലത്രേ ഇവർ ചെന്ന് കയറുവാൻ ഇടയായത്, അഥവാ ഇവർ രക്ഷപ്പെടുവാൻ ഇടയായത്. എന്നാൽ അസാധാരണമായ ദയ ഇവരോട്, പൗലോസ് ഉൾപ്പെടെയുള്ളവരോട് ആ ബർബരന്മാർ കാണിച്ചു എങ്കിലും വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു: പൗലോസിൻ്റെ കരത്തിൽ ഒരു അണലി എന്ന സർപ്പം കയറി പിടിക്കുവാൻ ഇടയായി. എന്നാൽ ആ അണലിയെ പൗലോസ് തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. എങ്കിലും ബർബരന്മാർ കാത്തിരിക്കുവാൻ തുടങ്ങി. പൗലോസിൻ്റെ ശരീരം വീർക്കുന്നതും പൗലോസ് വീഴുന്നതും കാണുവാൻ അവർ കാത്തിരുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് ചത്തു വീഴുന്നത് കാണാൻ ചിലർ കാത്തിരുന്നപ്പോൾ വേദപുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നു: ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പൗലോസ് ചാകുന്നില്ലെന്നും പൗലോസിൻ്റെ ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല എന്നും ഈ കാത്തിരുന്നവർ കണ്ടപ്പോൾ ഈ കാത്തിരുന്നവരുടെ മനസ്സ് മാറി അവരെല്ലാവരും പൗലോസിൻ്റെ അരികിൽ വരുവാൻ ഇടയായി. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആ ദ്വീപിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസിലൂടെ ആ ദ്വീപിൽ നടക്കുന്ന ചരിത്രമാണ് നാം അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ മെലീത്ത എന്ന ദ്വീപിൽ നോക്കുമ്പോൾ അതുവരെ ഉള്ള ചരിത്രമല്ല, മെലീത്ത എന്ന ദ്വീപിൻ്റെ ചരിത്രത്തെ വരെ മാറ്റി കളയുന്ന നിലയിൽ ദൈവം പൗലോസിനെ ഉപയോഗിക്കുവാൻ ഇടയായി. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാനുള്ള ദൈവിക ദൂതിതത്രേ: ഈ നാളുകളിൽ ചിലരെല്ലാം നീ ചാകുന്നത് കാണാൻ, നീ ചത്തു വീഴുന്നത് കാണാൻ, നിന്റെ ശരീര ഘടനകൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നീ രോഗിയായി തീരുന്നത്, നിന്റെ വീഴ്ച കാണാൻ, നിന്റെ തകർച്ച കാണാൻ, നിന്റെ മരണം കാണാൻ പലരും നിനക്ക് വിരോധമായി കാത്തിരിക്കുമ്പോൾ ഇതാ കാത്തിരിക്കുന്നവരുടെ മനസ്സിനെ മാറ്റുന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ഈ പകൽ വെളിപ്പെടുവാൻ പോകുന്നു. ഇന്നലകളിലുള്ള ചരിത്രമല്ല, ചരിത്രത്തെ മാറ്റിക്കുറിക്കുന്ന ഒരു വ്യത്യസ്തമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, മറ്റൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നവരുടെ മുമ്പിൽ, നിന്റെ നാശം കാണാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ ഉപയോഗിപ്പാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കേട്ട വചനപ്രകാരം പൗലോസിൻ്റെ വീഴ്ചയ്ക്ക്, പൗലോസിൻ്റെ മരണത്തിന് കാത്തിരുന്നവരുടെ മുമ്പിൽ ദൈവം പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ പൗലോസിനെ ഉപയോഗിച്ചതുപോലെ പൗലോസിന് വിരോധമായി, പൗലോസിൻ്റെ നാശം കാണാൻ കാത്തിരുന്നവരുടെ മനസ്സ് മാറത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി ആ മെലീത്ത എന്ന ദ്വീപിൽ വെളിപ്പെട്ടു വന്നതുപോലെ ഈ പകൽ ഈ വചനം ശ്രമിക്കുന്ന ഈ ദൈവമക്കളിലൂടെ ഒരു ദൈവപ്രവൃത്തി
കർത്താവ് ഇന്നലകളിൽ വെളിപ്പെടാത്തതായ ദൈവത്തിൻ്റെ പ്രവൃത്തി പിന്നെയും ഇന്ന് പകൽ വെളിപ്പെടുത്തുവാൻ പോകുന്നതിന് സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി